ഹായ് ഓൾ. ഇനി നമുക്ക് പറയാനുള്ളത് വിഷമഭിന്നത്തെ പറ്റിയാണ്. വിഷമഭിന്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഭിന്നം പഠിച്ചു 1/2 എന്ന് എഴുതിയത് എന്തായിരുന്നു? അത് സാധാരണ ഭിന്നാണ് അല്ലേ? അംശം ചെറുതും ഛേദം വലുതുമാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സാധാരണ ഭിന്നം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായാലും വിഷമഭിന്നം എന്തായിരിക്കും? നേരെ തിരിച്ച്. ഇപ്പൊ ഞാൻ എഴുതാണ് 4/3. അതേപോലെ 5/2. ഇവിടെയൊക്കെ എന്താണ്? അംശം വലുതും ഛേദം ചെറുതുമാണ്. അങ്ങനെ അംശം വലുതും ഛേദം ചെറുതുമായിട്ടുള്ള ഭിന്നസംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയാ? വിഷമഭിന്നം എന്ന് പറയാം. ഇവിടെ അംശം വലുതും ഛേദം ചെറുതുമായിരിക്കും. അംശം വലുതും ഛേദം ചെറുതുമായിരിക്കും. ഇത്തരം ഭിന്നസംഖ്യകളെയാണ് എന്ത് പറയാ? വിഷമഭിന്നം എന്ന് പറയാ. വേറെ എക്സാമ്പിള് ഇപ്പോ 100/10. ഇതെന്താണ്? ഒരു എക്സാമ്പിൾ ആണ്. 10/100 എന്ന് എഴുതിയാലോ? ഇതൊരു സാധാരണ ഭിന്നമാണ്. അപ്പോൾ അംശം വലുതും ഛേദം ചെറുതുമായിട്ടുള്ള ഭിന്നസംഖ്യകളെ എന്ത് പറയും? വിഷമഭിന്നം എന്ന് പറയും. ഇതേപോലെ 3 തരം ഉണ്ടായിരുന്നു. ഒന്ന് സാധാരണ ഭിന്നസംഖ്യകള്, വിഷമ ഭിന്നസംഖ്യകള്, മിശ്ര ഭിന്നസംഖ്യകൾ അല്ലേ? അപ്പൊ എന്തായിരിക്കും മിശ്ര ഭിന്നം? നോക്കാം. ഇവിടെ നമുക്ക് എക്സാമ്പിൾസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ എഴുതാണ് 1 2/3, 2 3/7, അതേപോലെ 6 10/12. ഇങ്ങനെ 3 സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. ഇത് സാധാരണ ഭിന്നാണോ? അല്ല അല്ലേ? വിഷമ ഭിന്നാണോ? അതുമല്ല. അപ്പൊ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് മിശ്ര ഭിന്നം. ഒരു പൂർണ്ണ സംഖ്യയും ഒരു സാധാരണ ഭിന്നവും ചേർന്ന് വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? മിശ്ര ഭിന്നം എന്ന് പറയുന്നത്. ഒരു പൂർണ്ണ സംഖ്യയും ഒരു സാധാരണ ഭിന്നവും, ഒരു പൂർണ്ണ സംഖ്യയും ഒരു സാധാരണ ഭിന്നസംഖ്യയും ചേർത്ത് എഴുതുന്നതിനെയാണ് എന്ത് പറയുന്നത്? മിശ്ര ഭിന്നം എന്ന് പറയുന്നത്. ഇതിലേതാണ്? ഈ 2 പൂർണ്ണസംഖ്യയാണ്. 3/7 എന്ന് പറയുന്നത് സാധാരണ ഭിന്നമാണ്. ഇവിടെ വേറെ എക്സാമ്പിള് 5/7/8. ഇവിടെ എന്താണ്? 5 എന്നുള്ളത് ഒരു പൂർണ്ണസംഖ്യയാണ് എഴുതിയത്. 7/8 എന്ന് പറയുന്നത് ഒരു സാധാരണ ഭിന്നമാണ്. ഇവിടെ എന്താണ്? ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും ചേർന്ന് വരുന്ന, അതിനെ ചേർത്ത് എഴുതുന്നതിനെയാണ് എന്ത് പറയുന്നത്? മിശ്ര ഭിന്നം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ ബോർഡിൽ ഒരുപാട് സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ചോദ്യം എന്തായിരിക്കും? ഇതില് ഏതൊക്കെ സംഖ്യകളാണ് സാധാരണ ഭിന്നം, ഏതാണ് വിഷമ ഭിന്നം, ഏതാണ് മിശ്ര ഭിന്നം? ഇതിൽ ഏതൊക്കെയാണ് സാധാരണ ഭിന്നങ്ങൾ? ഏതൊക്കെയാണ്? സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാല് അംശം ചെറുതും ഛേദം വലുതുമായിരിക്കും. അംശം ചെറുതും ഛേദം വലുതും ഏതൊക്കെയാണ് നോക്കാം. 1/2. ഇതില് 1 2 ചെറുതാണ്. അതെന്താണ്? അംശം ചെറുതാണ്, ഛേദം വലുതാണ്. അപ്പൊ അതെന്താണ്? സാധാരണ ഭിന്നാണ്. ഇനി 4/3 ആണോ? അല്ല അല്ലെ? അവിടെ അംശം വലുതും ഛേദം ചെറുതുമാണ്. അപ്പൊ അതെന്തായിരിക്കും? വിഷമ ഭിന്നമായിരിക്കും. വിഷമ ഭിന്നത്തിൽ ഏത് കിട്ടി? 4/3. 6/5 അംശം വലുതും ഛേദം ചെറുതും ഏതാണ്? വിഷമ ഭിന്നമാണ്. ഇനി 17/21. ഇവിടെ അംശം വലുതാണോ? അല്ല, ഇവിടെ അംശം ചെറുതും ഛേദം വലുതുമാണ്. അപ്പൊ അത് സാധാരണ ഭിന്നമാണ്. പിന്നെ 16/1/3 അടുത്ത സംഖ്യ. ഇതിലെങ്ങനെയാണ്? ഒരു പൂർണ്ണ സംഖ്യയും ഒരു സാധാരണ ഭിന്നമാണുള്ളത്. ഇവിടെ ഒരു പൂർണ്ണ സംഖ്യയും ഒരു സാധാരണ ഭിന്നമാണുള്ളത്. 2 3/4. 2 ഒരു പൂർണ്ണ സംഖ്യയാണ്, 3/4 ഒരു സാധാരണ ഭിന്നാണ്. അപ്പൊ ഇത് 3 എന്തായിരിക്കും? വട്ടട്ട 3 സംഖ്യകള് എന്തായിരിക്കും? ഇത് 3ഉം മിശ്ര ഭിന്നമാണ്. നമുക്ക് ചോദ്യം തരുമ്പോ കുറച്ച് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ട് ഇതിൽ ഏതാണ് സാധാരണ ഭിന്നം, ഏതാണ് മിശ്ര ഭിന്നം, ഏതാണ് വിഷമ ഭിന്നം എന്ന് ചോദിക്കാം.
അപ്പൊ നമ്മള് കറക്റ്റായിട്ട് അംശം ചെറുതും ഛേദം വലുതും ആണെങ്കിൽ സാധാരണ ഭിന്നാണ്. തിരിച്ച് അംശം വലുതും ഛേദം ചെറുതും ആണെങ്കിൽ വിഷമ ഭിന്നമാണ്. ഇനി ഒരു പൂർണ്ണസംഖ്യയുടെയും സാധാരണ ഭിന്നത്തിന്റെയും കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത് വെച്ചാൽ അതെന്താണ്? മിശ്ര ഭിന്നമാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോണത് കുറച്ച് വ്യത്യാസമായി നിൽക്കുന്ന ആളാരാ? മിശ്ര ഭിന്നാണ്. അപ്പൊ ആ മിശ്ര ഭിന്നത്തിനെ നമുക്ക് മാറ്റി നോക്കാം. ആരാക്കി മാറ്റാം? ഒരു വിഷമ ഭിന്നാക്കി മാറ്റാം. നമ്മൾ നമ്മുടെ മിശ്ര ഭിന്നത്തിനെ വിഷമ ഭിന്നമാക്കി മാറ്റാൻ പോവാണ്. എങ്ങനെയാ മാറ്റണത്? ഒരു മിശ്ര ഭിന്നം എടുക്കാണ് ഞാൻ. 2, 3/4. ഈ മിശ്ര ഭിന്നത്തിനെ എനിക്ക് എന്താക്കി മാറ്റണം? ഒരു വിഷമ ഭിന്നമാക്കി മാറ്റണം. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈ മിശ്ര ഭിന്നത്തിലെ സാധാരണ ഭിന്നത്തിന്റെ ഛേദം, അതായത് ഈ 4 എന്നുള്ളതിനെ 2 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഈ അംശം കൂട്ടുക. ഛേദം അതേപോലെ ഇടാം. എന്താ ചെയ്തത്? നമ്മുടെ ഛേദത്തിനെ പൂർണ്ണസംഖ്യ കൊണ്ട് ഗുണിച്ചു. 4 × 2. അതിൻ്റെ കൂടെ ഇതിൻ്റെ അംശം ആഡ് ചെയ്തു. +3 ഡിവൈഡഡ് ബൈ എന്തെന്നെ ഇടാം? ഛേദമായിട്ട് ഛേദത്തിന് അതേപോലെ ഇറക്കിടാം. അപ്പോൾ ഇത് എത്ര വരും? 8 + 3/4 11/4. 11/4. എന്താ ചെയ്തത്? ഒരു സംഖ്യ 2, 3/4 ഇതിലെ സാധാരണ ഭിന്നത്തിന്റെ ഛേദത്തിനെ പൂർണ്ണസംഖ്യ കൊണ്ട് ഗുണിച്ചു. 4 × 2. അതിൻ്റെ കൂടെ അംശം ആഡ് ചെയ്തു. +3 ഛേദമായിട്ട് മറ്റേ സംഖ്യയിലെ ഛേദത്തിനെ തന്നെ ഇറക്കിയിട്ടു. അപ്പൊ എന്താ വന്നു? 11/4. നമ്മളിവിടെ എന്ത് ചെയ്തു? നമ്മുടെ മിശ്ര ഭിന്നത്തിനെ 2, 3/4 എന്താക്കി എഴുതി? 11/4 എന്ന് എഴുതി. ഇതേ സംഖ്യ തന്നെയാണ് ഇത്. അപ്പോൾ 2, 3/4 എന്നുള്ള മിശ്ര ഭിന്നത്തിന്റെ സമാനമായിട്ടുള്ള വിഷമ ഭിന്നമാണ് 11/4. വേറൊരു പ്രോബ്ലം നോക്കാം. ഇവിടെ നമ്മൾ 3 മിശ്ര ഭിന്നങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ 3 മിശ്ര ഭിന്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വിഷമ ഭിന്നങ്ങളാക്കി മാറ്റാൻ പോവാണ്. അപ്പൊ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഒരു സംഖ്യ, ഒരു മിശ്ര ഭിന്നം കിട്ടിക്കഴിഞ്ഞാൽ അതിലെ സാധാരണ ഭിന്നത്തിലെ ഛേദത്തിനെ പൂർണ്ണസംഖ്യ കൊണ്ട് ഗുണിക്കണം. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 7നെ 6 കൊണ്ട് ഗുണിച്ചു. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? അംശം ആഡ് ചെയ്യണം. എന്നിട്ട് ഈ ഛേദം അതേപോലെ ഇറക്കിയിടുക. അപ്പൊ /7. അപ്പൊ അതെന്ത് കിട്ടി? 7, 6 42 + 5/7. എത്ര വരുന്നത്? 47/7. 6, 5/7 എന്ത് ചെയ്തു? നമ്മുടെ ഛേദം ഈ 7നെ പൂർണ്ണസംഖ്യ കൊണ്ട് ഗുണിച്ചു. 7 × 6 പ്ലസ് അതിൻ്റെ കൂടെ എന്ത് കൂട്ടി? അംശം കൂട്ടി. ഡിവൈഡഡ് ബൈ ആ ഛേദത്തിനെ അതേപോലെ എടുത്തിട്ടു. അപ്പൊ എത്ര കിട്ടി? 47/7. 6, 5/7 എന്നുള്ള മിശ്ര ഭിന്നത്തിന് സമാനമായിട്ടുള്ള വിഷമ ഭിന്നമാണ് 47/7. ഇതേപോലെ ഈ 2 പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? 6 × 11 + 4 ഛേദം 6 തന്നെ അല്ലേ? അപ്പോ 66 + 4 70/4 അല്ലേ? ഇനി അടുത്തത് 11 4/6 എന്ന് പറഞ്ഞ മിശ്ര ഭിന്നത്തിന് സമാനമായിട്ടുള്ള വിഷമ ഭിന്നമാണ് 70/4. അടുത്തത് 3 2/5. ഇതെങ്ങനെ ചെയ്യാം? ഛേദത്തിനെ പൂർണ്ണസംഖ്യ കൊണ്ട് ഗുണിച്ച് അംശത്തിന്റെ കൂടെ കൂട്ടുന്നു. ഛേദം അതേപോലെ തന്നെ താഴോട്ട് ഇറക്കിയിടുന്നു. അപ്പോ 3 2/5 എന്ന് പറഞ്ഞിട്ടുള്ള മിശ്ര ഭിന്നത്തിന് സമാനമായിട്ടുള്ള വിഷമ ഭിന്നം ഇവിടെ എന്താ വരുന്നത്? 17/5. നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ഒരു മിശ്ര ഭിന്നം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഛേദത്തിനെ പൂർണ്ണസംഖ്യ കൊണ്ട് ഗുണിച്ച് അംശത്തിൻ്റെ ഒപ്പം കൂട്ടും.
അതേ ഛേദം തന്നെ ഇടും. നമ്മൾ ചെയ്ത് പരിചയമായി കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്റ്റെപ്പ് വൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇത് കണ്ടു കഴിഞ്ഞാൽ 5 × 3 15 2 17/5. അപ്പൊ ഇതില് 6 42 5 47/7. അങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ മാറ്റി എഴുതാൻ പറ്റും. അല്ലാണ്ട് ഇങ്ങനെ സ്റ്റെപ്പായിട്ടൊന്നും ചെയ്യണമെന്നില്ല. ഓക്കെ, ഇനി തിരിച്ച് നമുക്കൊരു മിശ്ര ഭിന്നത്തിനെ വിഷമ ഭിന്നമാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തും ചെയ്യണം? ഈ വിഷമ ഭിന്നത്തിനെ തിരിച്ച് മിശ്ര ഭിന്നാക്കി എഴുതാനും പറ്റണം. അപ്പൊ നമ്മളിനി എന്താ ചെയ്യാൻ പോണ്? ഒരു വിഷമ ഭിന്നം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് മിശ്ര ഭിന്നാക്കിയിട്ട് എഴുതാന്നാണ് നോക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? നമ്മൾ നമ്മുടെ വിഷമ ഭിന്നത്തിനെ ഒരു മിശ്ര ഭിന്നമാക്കി എഴുതാൻ പോവാണ്. വിഷമ ഭിന്നത്തിനെ മിശ്ര ഭിന്നമാക്കിയിട്ട് എഴുതാൻ പോവാണ്. ഒരു വിഷമ ഭിന്നം എടുക്കുകയാണ്. അപ്പൊ 17/3. 17/3 ഇതൊരു വിഷമ ഭിന്നാണ് അല്ലേ? കാരണം എന്താണ്? അംശമാണ് വലുത്, ഛേദം അതിനേക്കാൾ ചെറുതാണ്. അതിന് എന്താക്കി എഴുതണം? ഒരു മിശ്ര ഭിന്നാക്കി എഴുതണം. അതായത് ഒരു പൂർണ്ണസംഖ്യയുടെയും ഒരു സാധാരണ ഭിന്നത്തിന്റെയും കോമ്പിനേഷൻ ആയിട്ട് എഴുതണം അല്ലേ? അപ്പൊ അതെങ്ങനെ എഴുതാം? ആദ്യം നമുക്ക് 17 ഈ 3 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. 17/3 എന്ന് പറഞ്ഞാൽ എന്തെന്നെ അർത്ഥം? 17 3 കൊണ്ട് ഹരിക്കണം അല്ലേ? അപ്പൊ എത്ര കിട്ടും? I 3 15, ബാക്കി 2. 17 3 5 തവണ 15 ബാക്കി 2 അല്ലേ? ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ വിഷമ ഭിന്നത്തിനെ മിശ്ര ഭിന്നാക്കി എഴുതാൻ പോകുന്നത്. ഇതിനെ എങ്ങനെ എഴുതാം? അഞ്ച് 2/3 എന്ന് എഴുതിയ ശരിയാണോ? തിരിച്ചാക്കാൻ നമുക്ക് അറിയാലോ അല്ലെ? ഒരു മിശ്ര ഭിന്നം കിട്ടിയ നോക്കാം. 3 5 15 2 17 ഛേദം 3. ഇത് ശരിയാണല്ലേ? അത് എങ്ങനെ എഴുതിയത്? നമ്മളിങ്ങനെ ഈ 17 3 കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്ന ഹരണഫലത്തെ പൂർണ്ണസംഖ്യയായിട്ട് എഴുതാം. ഇവിടെ കിട്ടിയ ഹരണഫലം 5 എന്ന് പറഞ്ഞതിനെ പൂർണ്ണസംഖ്യയായിട്ട് എഴുതാം. ശിഷ്ടത്തിനെ സാധാരണ ഭിന്നത്തിലെ അംശമായിട്ട് എഴുതാം. ഈ 2നെ ഇങ്ങോട്ട് എഴുതാം. 3 ഏത് കൊണ്ടാണോ ഹരിക്കുന്നത്, അതായത് ഇവിടുത്തെ ഛേദം, അത് തന്നെയാണ് ഇവിടെയും ഛേദമായിട്ട് വരുന്നത്. അപ്പൊ എന്താ ചെയ്ത്? 17/3 എന്ന് പറഞ്ഞിട്ടുള്ള ഭിന്നസംഖ്യേനെ 17 3 കൊണ്ട് ഹരിച്ചപ്പോ ഹരണഫലം 5, അതായത് പൂർണ്ണസംഖ്യ. ശിഷ്ടം 2നെ അംശമായിട്ട് ഇട്ടു. പിന്നെ താഴെ വരുന്ന ബാക്കി വരുന്ന 3നെ, അതായത് നമ്മുടെ ഛേദത്തിനെ അതേപോലെ തന്നെ ഇറക്കിയിടുന്നു. അപ്പൊ 17/3 എന്ന് പറഞ്ഞ വിഷമ ഭിന്നത്തിന് സമാനമായിട്ടുള്ള മിശ്ര ഭിന്നാണ് ഇത് 5 2/3 അല്ലേ? ഇനി ഇതുപോലെ 2 പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. അടുത്ത സംഖ്യ ഏതാണ്? 5/2. 5/2. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം നമ്മള് 5നെ 2 കൊണ്ട് ഹരിക്കണം. 2 തവണ പോവും. 1 ശിഷ്ടം കിട്ടി. ഇതില് ആദ്യത്തെ നമ്മൾ പൂർണ്ണസംഖ്യയായിട്ട് ഏതിലെഴുതാം? നമ്മുടെ ഹരണഫലത്തെ പൂർണ്ണസംഖ്യയായിട്ട് എഴുതുന്നു. കൂടെ ശിഷ്ടത്തിനെ അംശമായിട്ടും ഛേദത്തിന് അതേപോലെ തന്നെ എഴുതുന്നു. അപ്പൊ 2 1/2 എന്ന് കിട്ടും. 5/2 എങ്ങനെയാണ് മിശ്ര ഭിന്നാക്കി എഴുതുന്നത്? 2 1/2. അത് കറക്റ്റ് അല്ലേ? ഈ 2 4 1 5/2. 5നെ 2 കൊണ്ട് ഹരിച്ചു. കിട്ടുന്ന ഹരണഫലത്തെ പൂർണ്ണസംഖ്യയായിട്ട് എഴുതി. ഛേദമായിട്ട് അതേ ഛേദത്തിന് തന്നെ എഴുതി. അംശമായിട്ട് ഈ തന്നിട്ടുള്ള ശിഷ്ടത്തിനെ എഴുതി. അപ്പൊ 5/2 എന്ന് പറഞ്ഞിട്ടുള്ള വിഷമ ഭിന്നത്തിന് സമാനമായിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ നമ്മൾ മിശ്ര ഭിന്നാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 1/2 കിട്ടും. ഇനി 14/3 എന്ത് ചെയ്യാം? ഹരിക്കാം അല്ലെ? 14 ഹരിക്കണം 3. എത്ര തവണ പോവും? 4 തവണ. 4 3 12. ബാക്കി ശിഷ്ടം 2. ഇതിനെങ്ങനെ എഴുതാം? പൂർണ്ണസംഖ്യയും സാധാരണ ഭിന്നത്തിന്റെയും കോമ്പിനേഷൻ ആയിട്ട്. പൂർണ്ണസംഖ്യ ഏതാണ്? നമ്മുടെ ഹരണഫലം. അപ്പൊ 4. കിട്ടിയ ശിഷ്ടത്തിനെ അംശമായിട്ട് എഴുതാം. 2/ഛേദം. 4 2/3. 14/3
തുല്യമായിട്ടുള്ള സമാനമായിട്ടുള്ള മിശ്രഭിന്നം ഏതാണ്? 4, 2/3 ഓക്കെ. സമാന ഭിന്നം. സമാന ഭിന്നം എന്ന് പറഞ്ഞാൽ, സമാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരേപോലത്തെ, സമമായിട്ടുള്ളത് അല്ലെ, ഈക്വൽ ആയിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു ഭിന്നസംഖ്യ തന്നാൽ അതിന് സമാന ഭിന്നങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതേ വാല്യൂ ഉള്ള, അതിനോട് ഈക്വൽ ആയിട്ടുള്ള ഭിന്നസംഖ്യകൾ എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. നമുക്കിവിടെ 1/2 തന്നെ എടുക്കാം. 1/2ന് സമാനമായിട്ടുള്ള ഭിന്നങ്ങൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? നമ്മുടെ ഭിന്നസംഖ്യയുടെ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് സമാന ഭിന്നം കിട്ടുന്നത്. നമ്മുടെ ഭിന്നസംഖ്യയുടെ അംശത്തെയും ഛേദത്തിനെയും, രണ്ടിനെയും വേണം. അംശത്തെ മാത്രം ഗുണിക്കരുത്, അല്ലെങ്കിൽ അംശത്തെ മാത്രം ഹരിക്കരുത്. അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ അല്ലെങ്കിൽ ഹരിക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സമാന ഭിന്നം കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. 1/2ന്റെ സമാന ഭിന്നം എഴുതുക എന്ന് പറഞ്ഞാല്, ഞാൻ 1/2നെ അംശത്തിലും ഛേദത്തിലും 2 കൊണ്ട് ഗുണിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് കിട്ടും? 2/4. അംശത്തെയും ഛേദത്തെയും 2 കൊണ്ട് ഗുണിച്ചു, 2/4. അപ്പൊ ഈ 2/4 എന്താണ്? 1/2ന്റെ സമാന ഭിന്നമാണ്. 3 കൊണ്ടാ ഗുണിക്കണ വെച്ചാലോ, 3 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 1നെ 3 കൊണ്ട്, 2നെ 3 കൊണ്ട്, അംശത്തെയും ഛേദത്തെയും 3 കൊണ്ട് ഗുണിച്ചാൽ 3/6. 1നെ 3 കൊണ്ട് ഗുണിച്ചാൽ 3, 2നെ ഗുണിച്ചാൽ 6, 3/6. ഇതും എന്താണ്? 3/6 എന്ന് പറഞ്ഞതും 1/2ന്റെ സമാന ഭിന്നമാണ്. ഇനി 4 കൊണ്ട് ഗുണിച്ചാലോ, 4/8. ഈ 4/8ഉം 1/2ന്റെ സമാന ഭിന്നമാണ്. വേറൊരു സംഖ്യ നോക്കാം. 5/6. 5/6. 5/6ന്റെ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കാൻ പോവാണ്. ഏതുകൊണ്ട് ഗുണിക്കാം? നമുക്ക് 5 കൊണ്ട് തന്നെ ഗുണിക്കാം. അപ്പൊ എത്ര കിട്ടും? 25/30. 5/6ന്റെ സമാന ഭിന്നമാണ് 25/30. നമ്മൾ 5/6 എന്നുള്ള സംഖ്യയുടെ അംശത്തെയും ഛേദത്തെയും ഒരേപോലെ 5 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ കിട്ടുന്ന സംഖ്യയായിരുന്നു 25/30. ഇതെന്താണ്? ഇത് 5/6ന്റെ സമാന ഭിന്നമാണ് അല്ലേ? ഈ 3 സംഖ്യകളുടെ സമാന ഭിന്നം കാണാണെന്ന് വിചാരിക്കാം. 12/15. ഇതിന് ഏതെങ്കിലും ഒരു കോമൺ സംഖ്യ കൊണ്ട് ഗുണിച്ച് നോക്കിയാലോ? അംശത്തെയും ഛേദത്തെയും ഏത് സംഖ്യ കൊണ്ടാവാം. നിങ്ങൾക്ക് 100 കൊണ്ട് ഗുണിക്കാം, 1000 കൊണ്ട് ഗുണിക്കാം, 152 കൊണ്ട് ഗുണിക്കാം, 261 കൊണ്ട് ഗുണിക്കാം, 148 കൊണ്ട് ഗുണിക്കാം. ഏത് സംഖ്യ കൊണ്ട് വേണമെങ്കിൽ ഗുണിക്കാം. പക്ഷെ ഗുണിക്കുമ്പോൾ അംശത്തെയും ഛേദത്തെയും അതേ സംഖ്യ കൊണ്ട് ഒരേപോലെ ഗുണിക്കണം എന്ന് മാത്രം. ഇവിടെ 2 കൊണ്ട് ഗുണിച്ചിട്ട് ഇവിടെ 3 കൊണ്ട് ഗുണിക്കാൻ പാടില്ല. അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഒരുപോലെ ഗുണിക്കണം. ഇപ്പൊ 2 കൊണ്ട് ഗുണിച്ചാൽ 24/15 × 2 30. 12/15ന്റെ സമാന ഭിന്നമാണ് 24/30. ഇനി 3/8 നമുക്കൊരു 3 കൊണ്ട് ഗുണിച്ച് നോക്കാം. 9/24. 3 × 3 9, 8 × 3 24, 9/24. 1/3നെ 10 കൊണ്ട് ഗുണിക്കാന്ന് വിചാരിക്കാം. എത്ര കിട്ടും? 10/30. ഇവിടെ 12/15ന്റെ സമാന ഭിന്നമാണ് 24/30. 3/8ന്റെ സമാന ഭിന്നമാണ് 9/24. 1/3ന്റെ സമാന ഭിന്നമാണ് 10/30.
ഓക്കെ, ഇനി നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞു ഒരേ സംഖ്യ കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഗുണിക്കുകയോ ഹരിക്കുകയോ, അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കുക ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? സമാന ഭിന്നം തന്നെയാണ് കിട്ടുക. അതെങ്ങനെയാ? ഇപ്പോ 24/30 നമുക്ക് തന്നിട്ടുള്ള ഭിന്നസംഖ്യ എന്ന് വിചാരിക്കാം. എന്ത് കിട്ടി? 24/30 ഞാൻ അംശത്തെയും ഛേദത്തെയും 6 കൊണ്ട് ഹരിക്കാന്ന് വിചാരിക്കാം. അംശത്തെയും ഛേദത്തെയും രണ്ടിനെയും 6 കൊണ്ട് ഹരിക്കുകയാണ്, ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കുകയാണ്. അപ്പൊ എന്ത് കിട്ടും? 4/5. 4/5. അപ്പോൾ 24/30 സമാന ഭിന്നമാണ് എന്ത്? 4/5. 24/30 സമാന ഭിന്നമാണ് 4/5. അതേപോലെ ഇവിടെ 3 സംഖ്യകൾ തന്നിട്ടുണ്ട്. 10/100, 2/8, 3/27. ഇതിന് നമുക്ക് സമാന ഭിന്നങ്ങൾ കണ്ടുപിടിക്കണം. ഒന്നുമില്ലെങ്കിൽ ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കാം. പക്ഷെ ഞാനിവിടെ ഒരേ സംഖ്യ കൊണ്ട് ഹരിച്ച് നോക്കുകയാണ്. 10/100 അംശത്തെയും ഛേദത്തെയും 10 കൊണ്ട് ഹരിക്കാന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഏത് സംഖ്യ കൊണ്ടും ഹരിക്കാം. അതേ സംഖ്യ കൊണ്ടായിരിക്കണം അംശത്തെയും ഛേദത്തെയും ഹരിക്കേണ്ടതെന്ന് മാത്രം. ഞാൻ 10 കൊണ്ട് ഹരിക്കാന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് കിട്ടും? അംശം 1 ഛേദം 10. 100/10 10, 10/10 1. 10നെ 10 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും. 100നെ 10 കൊണ്ട് ഹരിച്ചാൽ 10. അപ്പോൾ 1/10. ഈ 10/100 എന്ന് പറഞ്ഞിട്ടുള്ള ഭിന്നസംഖ്യയുടെ സമാന ഭിന്നമാണ് 1/10. അതേപോലെ 2/8 തന്നുണ്ട്. 2/8 എന്ത് ചെയ്യാം? മുകളിലും താഴെയും 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ എന്ത് കിട്ടും? 2/2 1, 8/2 4. 2/8 എന്ന് പറഞ്ഞിട്ടുള്ള ഭിന്നസംഖ്യയുടെ സമാന ഭിന്നമാണ് 1/4. ഇനി ഇവിടെ 3/27. 3/27 അംശത്തെയും ഛേദത്തെയും എന്ത് ചെയ്യാം? 3 കൊണ്ട് ഹരിക്കാന്ന് വിചാരിക്കാം. എന്ത് കിട്ടും? 1/9. 27നെ 3 കൊണ്ട് ഹരിച്ചാൽ 9. അപ്പൊ 3/27 സമാന ഭിന്നമാണ് 1/9. അപ്പൊ സമാന ഭിന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭിന്നസംഖ്യയുടെ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുകയും അല്ലെങ്കിൽ ഹരിക്കുകയോ അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഭിന്നസംഖ്യ ആദ്യത്തെ ഭിന്നസംഖ്യക്ക് സമാനമായിരിക്കും. ഓക്കെ, ഇവിടെ ഒരു 5 സംഖ്യകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ സമാന ഭിന്നമായവയെ ഗ്രൂപ്പ് ചെയ്യാൻ പറയാന്ന് വിചാരിക്കാം. ഏതൊക്കെയാണ് ഇതില് സമാന ഭിന്ന സംഖ്യകൾ എന്ന് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ ആദ്യം നമ്മൾ എടുക്കണം 1/2. 1/2ന്റെ സമാന ഭിന്നം ഏതൊക്കെയാണ് ഇതിൽ വരുന്നത്? 3/15. 3/15ന്റെ അംശത്തെയും ഛേദത്തെയും 3 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 1/5 എന്ന് കിട്ടും. അപ്പൊ 1/2 1/5 സമാന ഭിന്നമാണോ? അല്ല അല്ലെ. നമുക്ക് ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ 1/5 കിട്ടണം. അത് 1/2 ഈക്വൽ അല്ല. അപ്പൊ ഇത് രണ്ടും സമാന ഭിന്നമല്ല. ഇനി അടുത്ത എന്താ ഉള്ളത്? 9/45. 9/45ന്റെ അംശത്തെയും ഛേദത്തെയും 9 കൊണ്ട് ഹരിക്കാന്ന് വിചാരിക്കാം. എന്ത് കിട്ടും? അതും 1/5 എന്ന് കിട്ടി. 9/45ന്റെ അംശത്തെയും ഛേദത്തെയും 9 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 1/5 കിട്ടി. അപ്പൊ ഇതും എന്തല്ല? 1/2 സമാനല്ല, പക്ഷേ 3/15 സമാനാണ്. 3/15 9/45 എന്താണ്? സമാന ഭിന്നങ്ങളാണ്. ഇനി അടുത്തത് ഏതാണ്? 16/32. 16/32ന്റെ അംശത്തിനെയും ഛേദത്തിനെയും 16 കൊണ്ട് ഹരിച്ചു നോക്കൂ. അപ്പൊ നമുക്ക് എത്ര കിട്ടും?
1/2 കിട്ടും അല്ലേ? അപ്പോൾ അതെന്താണ്? 1/2ന്റെ സമാന ഭിന്നമാണ്. ഇനി ഏതാണുള്ളത്? 5/10. 5/10 കണ്ടാൽ തന്നെ അറിയാം 1/2 ഈക്വൽ ആണ്. ഇതിൽ 1/2, 16/32, 5/10 ഒക്കെ സമാന ഭിന്നങ്ങളാണ്. 3/15, 9/45 അത് വേറൊരു സെറ്റ് ഓഫ് സമാന ഭിന്നങ്ങളാണ്. ഏത് സംഖ്യ കൊണ്ട് ഹരിക്കണം, ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം എന്നുള്ളത് നമുക്ക് ഏകദേശ സംഖ്യകൾ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ 1/2 5/10 കണ്ടാൽ തന്നെ മനസ്സിലാവും. 1/2 അംശത്തെയും ഛേദത്തിനെയും 5 കൊണ്ട് ഗുണിച്ചാൽ ഇതേ സംഖ്യ കിട്ടും. അപ്പോൾ രണ്ട് സമാന ഭിന്നാണ്. അപ്പോൾ നമുക്ക് സംഖ്യകൾ കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ 9/45 കിട്ടിയാൽ ഹരിച്ചാൽ 9നെ 45നെയും 9 കൊണ്ട് ഹരിച്ചാൽ 1/5 കിട്ടുക. ആ രീതിയിലാണ് സമാന ഭിന്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഒരു ചോദ്യം തന്നിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തന്നിട്ട് ഇപ്പോൾ 1/2 തന്നിട്ട് അതിന് സമാന ഭിന്നങ്ങൾ ഏതൊക്കെയാണ് എന്നിട്ട് ഓപ്ഷൻസ് ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് തരാം. ഓക്കെ, ഒരു ഭിന്നസംഖ്യയുടെ വ്യുൽക്രമം എന്താണെന്നാണ് ഇനി അടുത്ത് നോക്കാനുള്ളത്. വ്യുൽക്രമം ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു തല തിരിഞ്ഞ പേരാണ് അല്ലേ? തല തിരിഞ്ഞ പേര്. അതെ, നമ്മൾ ഒരു ഭിന്നസംഖ്യനെ നേരെ തലതിരിച്ചിടാം. അതായത് 1/2 ആണ് നമ്മുടെ ഭിന്നസംഖ്യയെങ്കിൽ അംശത്തെയും ഛേദത്തെയും പരസ്പരം മാറ്റി എഴുതാം. ഇങ്ങനെ എഴുതുന്ന ഈ ഒരു ഭിന്നസംഖ്യനെയാണ് വ്യുൽക്രമം എന്ന് പറയാം. 2/3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭിന്നസംഖ്യ ഉണ്ടെങ്കിൽ ഇതിന്റെ അംശത്തെയും ഛേദത്തെയും പരസ്പരം മാറ്റി എഴുതാം. ഇവിടെ അംശം എന്താണ്? 2. അതിനെ ഛേദാക്കി എഴുതാം. ഇവിടുത്തെ ഛേദത്തെ അംശമാക്കി എഴുതാം. അപ്പൊ എത്ര കിട്ടും? 3/2. 3/2 ആണ് 2/3 എന്ന് പറഞ്ഞ ഭിന്നസംഖ്യയുടെ വ്യുൽക്രമം. ഇതിനെ എന്തുകൂടെ പറയാറുണ്ട്? ഗുണന വിപരീതം എന്നുകൂടെ പറയാറുണ്ട്. എന്ത് പേരും കൂടെ പറയാറുണ്ട്? ഗുണന വിപരീതം. ഇതിനെ ഗുണന വിപരീതം എന്നുകൂടി പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഗുണന വിപരീതം എന്ന് പറയുന്നത്? ഒരു സംഖ്യയും അതിന്റെ വ്യുൽക്രമവും കൂടെ ഗുണിച്ചാൽ 1 കിട്ടും. ഒരു സംഖ്യയും അതിന്റെ വ്യുൽക്രമം കൂടെ ഗുണിച്ചാൽ 1 കിട്ടും. 2/3നെയും 3/2നെയും ഗുണിച്ചാൽ എന്ത് കിട്ടും? 1 കിട്ടും. ഒരു സംഖ്യയും ഒരു ഭിന്നസംഖ്യയും അതിന്റെ വ്യുൽക്രമവും കൂടെ ഗുണിച്ചാൽ 1 കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും? 3/2 എന്ന് പറയുന്നത് 2/3 എന്ന് പറഞ്ഞ സംഖ്യയുടെ ഭിന്നസംഖ്യയുടെ വ്യുൽക്രമമാണ്, അല്ലെങ്കിൽ ഗുണന വിപരീതമാണ്. 3/2 എന്ന് പറയുന്നത് 2/3 എന്ന് പറഞ്ഞിട്ടുള്ള ഭിന്നസംഖ്യയുടെ വ്യുൽക്രമമാണ്, അല്ലെങ്കിൽ ഗുണന വിപരീതമാണ്. അപ്പോൾ ഒരു സംഖ്യയുടെ വ്യുൽക്രമം അല്ലെങ്കിൽ ഗുണന വിപരീതം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2/3, 1/2 ഏതായാലും നേരെ തിരിച്ചിടാം. അതായത് അംശത്തെ ഛേദമായിട്ടും ഛേദത്തെ അംശമായിട്ടും എഴുതണം. ഒരു വിഷമഭിന്നം എന്താണ്? മിശ്രഭിന്നം എന്താണ്? പിന്നെ സമാന ഭിന്നം എന്താണ്? എന്താണ് ഇതിൻ്റെ വ്യുൽക്രമം? ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഇതിൻ്റെ സങ്കലനം, വ്യവകലനം, അതായത് അഡിഷൻ, സബ്ട്രാക്ഷൻ, 2 സംഖ്യകൾ തന്നു കഴിഞ്ഞാൽ 2 ഭിന്നസംഖ്യകൾ തന്നാൽ എങ്ങനെ കൂട്ടണം, എങ്ങനെ കുറയ്ക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ.